റയോണിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. എല്ലാവർക്കും പൂത്തിരാൻസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് റയോണിൽ തന്നെ ഡിസ്ചാർജ് പ്രിന്റിലുള്ളതാണ്. നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് റയോണിൽ തന്നെ ഡിസ്ചാർജ് പ്രിന്റിലുള്ള റണ്ണിങ് ഫാബ്രിക് കൊണ്ടുവരുന്നത്. ഡിസ്ചാർജ് പ്രിന്റ് എന്താണെന്നൊക്കെ പിന്നെയും കമന്റ് ചെയ്യണ കണ്ടിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, കോട്ടണിലായാലും റയോണിലായാലും ഡിസ്ചാർജ് പ്രിന്റ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്സ് ആണ്. ഈ പ്രിന്റിങ് വരുന്നതിന്റെ ഒരു ടെക്നിക്സ് ആണ്. ഞാൻ മുമ്പ് തന്നെ നമ്മൾ ഈ കോട്ടണിനകത്ത് ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള പ്രിന്റിന്റെ ഒക്കെ വീഡിയോ ചെയ്തിരുന്നു. നോർമലി നമുക്ക് കൊണ്ടുവരുന്ന ക്യാമ്പ്രിക് ആയാലും അല്ലെങ്കിൽ 40s ആയിട്ടുള്ള കോട്ടൺ ഒക്കെ ആയാലും സ്ക്രീൻ പ്രിന്റിലാണ് അതിനകത്തുള്ള പ്രിന്റ് വരുന്നത്. ഇപ്പൊ ഞാൻ റീസെന്റ് കൊണ്ടുവന്നിരുന്നത് ഒരു ഡിസ്ചാർജ് പ്രിന്റിൽ കൊണ്ടുവന്നിരുന്നു. അപ്പൊ അതൊരു പ്രിന്റിംഗ് ടെക്നിക്സ് ആണ്. അതായത് നമ്മൾ ഈ ഫാബ്രിക്കിനകത്ത് ഈ ഡിസൈൻ വരുത്താനായിട്ട് അവർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡിസ്ചാർജ് ചെയ്യുന്ന പറയുന്നത്. ഇതിനകത്ത് പിങ്ക് ആണെങ്കിൽ ഇതിനകത്ത് ഒരു ഡിസ്ചാർജിങ് ഏജന്റ് ചേർത്തിട്ട് പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ അത്രയും ഭാഗം മാത്രം വേറൊരു കളറിലേക്ക് വരുന്നു. നോർമലി എന്താ പറയാ, ക്ലോറിൻ അല്ലെങ്കിൽ സൾഫർ ഒക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ടെക്നിക്ക് മാറുന്നതനുസരിച്ച് പ്രൈസ് കുറച്ചും കൂടെ ഓരോ ഫാബ്രിക്കിന്റെയും പ്രൈസ് വ്യത്യാസം വരുന്നുണ്ട്. സ്ക്രീൻ പ്രിന്റിനേക്കാളും കുറച്ചും കൂടെ പ്രൈസ് കൂടിയ ഒരു ഫാബ്രിക് ആണ് ഡിസ്ചാർജ് പ്രിന്റിൽ വരുന്നത് കേട്ടോ. ഇത് വരുന്നത് റയോണിലാണ്, കോട്ടണിലല്ല. റയോണിൽ തന്നെ ഡിസ്ചാർജ് പ്രിന്റിലാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ്. ബോഡി ഹഗിങ് ഒക്കെ ആയിട്ട് കിടക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. നമുക്ക് കോട്ടൺ ആണോ എന്ന് പെട്ടെന്ന് തോന്നുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉള്ളത്. എല്ലാം ജയ്പൂരിൽ നിന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ. ഞാൻ കുറെ കൊണ്ടുവരാറുള്ളത് റയോൺ ഒക്കെ നമ്മൾ സൂറത്തിൽ നിന്നുള്ള പർച്ചേസിലാണ് കൊണ്ടുവരാറ്. ഈ പ്രാവശ്യത്തെ ജയ്പൂർ പർച്ചേസിൽ കുറച്ചധികം റയോൺ കിട്ടി. എനിക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊരു ഫാബ്രിക് ആയിട്ട് ഫീൽ ചെയ്തത് കൊണ്ടാണ് ഇത് കുറച്ച് എടുത്തത്. അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 119 ആണ്. 119 രൂപ പെർ മീറ്ററിലാണ് ഇത് വരുന്നത്. ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പിങ്ക് കളറിലാണ്. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ്. ഒരുപാട് ലൈറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കളറല്ല. പിന്നെ ലൈനിങ് ഇല്ലാതെ ചെയ്യാം. ഈ ഒരു റയോണിനകത്ത് ലൈനിങ് ഇല്ലാതെ തന്നെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ വളരെയധികം സോഫ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക് ആണ്. എന്താ പറയാ, സൽവാറിന്റെ ടോപ്പ് മാത്രമല്ല, കോട്ട് സെറ്റ് പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് പോയിട്ടുള്ളതും ഒരു ലീഫ് പാറ്റേണിലുള്ള ഒരു പ്രിന്റ് ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. എന്ന് വെച്ചിട്ട് നമ്മൾ ഡിസ്ചാർജ് പ്രിന്റ് ആണെന്ന് വെച്ചിട്ട് ചിലർ ചോദിക്കുന്ന കണ്ടു, ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ കളർ വാഷ് ചെയ്യുമ്പോൾ അതിന്റെ കളർ പോകുന്നു. അങ്ങനെ പോകുന്ന ഒരു ഫാബ്രിക് അല്ല. അതിന്റെ ടെക്നിക്കാണ്, ഈ പ്രിന്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡിസ്ചാർജ് പ്രിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ 119 ആണ്. ലൈനിങ് ഇല്ലാതെ തന്നെ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. ഇനി ഇതിന് മാച്ച് ചെയ്യാവുന്ന ഒരു ഡിസൈൻ ഉണ്ട്. ഇതും ആ ഒരു പാറ്റേണിൽ, നമുക്ക് ഈ ഇക്കട്ടിന്റെ ഒരു പാറ്റേൺ ഇല്ലേ, ഇക്കട്ടിന്റെ ഒരു ഡിസൈൻ ഇല്ലേ, ആ ഒരു പാറ്റേണിലാണ് ഇത് വന്നിരുന്നത്. ഞാൻ ഇക്കട്ടിന്റെ പ്യുവർ ഇക്കട്ടിന്റെ ഒക്കെ കുറെ വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അതേ പാറ്റേണിലുള്ള ഒരു ഡിസൈൻ ആണ് ഇത്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. അതായത് പിങ്ക് കളറിനകത്തേക്ക് ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിന്റ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ കാണുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. സെയിം പ്രിന്റ് അല്ല എല്ലാത്തിനകത്തും. ഇത് ഗ്രീനിനകത്ത് നമ്മൾ ഈ ജയ്പൂർ പ്രിന്റ് എന്ന് പറയുന്ന ഈ ഫ്ലോറൽ പാറ്റേണിലുള്ള പ്രിന്റ് ആണ്. അതിനകത്ത് തന്നെ നല്ല ഭംഗിയുള്ള, അതേ ഇങ്ങനെ ഒരു ഡിസൈൻ താഴോട്ട് ഒരു ഡിസൈൻ മുകളിലോട്ടും പോകുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ. ഇനി ഇതിന് മാച്ച് ചെയ്യാവുന്നത് ഒരു സിബോറി സ്റ്റൈലിലുള്ള പ്രിന്റ് ആണ്. ഞാൻ കാണിച്ചു തരാം. സിബോറി സ്റ്റൈലൊക്കെ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ ആണല്ലോ. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ടോപ്പും ബോട്ടവും ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ടോപ്പിൽ തന്നെ, ഇപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സിന്റെ റീൽസ് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിതിന് താഴോട്ട് വേറൊരു ഡിസൈൻ ആണ്, ഈ ഒരു സ്റ്റൈലിലുള്ള ഡിസൈൻ ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നല്ല ഭംഗിയുള്ള, കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. പിന്നെയും വന്നിട്ടുള്ളത് ഒരു പീച്ചിന്റെ ഒക്കെ ഒരു ലൈറ്റ് ടോൺ എന്ന് പറയാം, പിങ്ക് അല്ല. അതിനകത്തേക്ക് ഇക്കട്ടിന്റെ പ്രിന്റ് തന്നെയാണ്. കുറച്ച് വലിയ ഒരു പ്രിന്റ് ആണ്. ഇന്ന് കാണുന്നതെല്ലാം തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് പ്രിന്റുകളാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നെക്സ്റ്റ് വൺ, ഇപ്പൊ നമ്മൾ ഈ കണ്ട അതേ ആ ഒരു കളർ തന്നെ അതിനകത്ത് നമ്മൾ ആ ഗ്രീനിൽ കണ്ട അതേ പ്രിന്റ് ആണ്. അതായത് ആ ഒരു ഫ്ലോറൽ പാറ്റേൺ, ഒരു പ്ലാന്റിന്റെ ഒരു പാർട്ട് പോലത്തെ ഒരു ഡിസൈൻ ആണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ലാസ്റ്റ് വൺ ഞാൻ ആദ്യം കാണിച്ച പോലത്തെ ആ ഒരു സിബോറി സ്റ്റൈലിലുള്ള ഒരു പ്രിന്റ് ആണ്. ഈ ഒരു പ്രിന്റ് ആണ് നമ്മൾ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സിന്റെ താഴ്ഭാഗത്തും സ്ലീവിലും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് മാത്രമായിട്ട് നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഇന്ന് കണ്ടത് റയോണിലുള്ള ഡിസ്ചാർജ് പ്രിന്റിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. പ്രൈസ് 119 ആണ്. പെർ മീറ്റർ 119 ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891060225 കോൺടാക്ട് ചെയ്യണേ. കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.